സംസ്ഥാനത്ത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് സ്ഥിരീകരിച്ച മന്ത്രി വി ശിവൻകുട്ടി യൂട്യൂബ് ചാനൽ വഴിയാണ് ചോദ്യപേപ്പർ പ്രചരിക്കുന്നത്. ചോദ്യപേപ്പർ സംസ്ഥാനത്തിന് പുറത്താണ് അച്ചടിക്കുന്നത്. ഇപ്പോഴുണ്ടായ ഗുരുതര പ്രശ്നമാണെന്നും കുറ്റവാളികളെ കണ്ടെത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. ചോദ്യപേപ്പർ നിർമ്മാണം, വിതരണം തുടങ്ങിയ മേഖലകളിലെല്ലാം അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാറുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, എന്താണ് മന്ത്രി പറഞ്ഞത്? അജിംസ, ക്രിസ്മസ് പരീക്ഷയുടെ SLC പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറും അതുപോലെ +1 പരീക്ഷയുടെ കണക്ക് ചോദ്യപേപ്പറുമാണ് ചോർന്നിട്ടുള്ളത്. ഇക്കാര്യമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് DGPക്കും IT സെല്ലിനും പരാതി കൊടുക്കുമെന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് മന്ത്രി നൽകുന്നത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ കൂടിയാലോചനകളും വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരുന്നു. നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുക. നിലവിൽ ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർന്നുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് DGPക്ക് പരാതി കൊടുക്കാനുള്ള നീക്കമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഈ ചോദ്യപേപ്പർ യൂട്യൂബ് ചാനലിലൂടെയാണ് ചോർന്നത് എന്നാണ് മന്ത്രി പറയുന്നത്. ചില യൂട്യൂബ് ചാനലുകളിലൂടെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള SLC കണക്ക് പരീക്ഷയുടെയും ഇംഗ്ലീഷ് +1 പരീക്ഷയുടെയും ചോദ്യപേപ്പർ അതിൻ്റെ അതേ രീതിയിൽ തന്നെയുള്ള മാതൃക യൂട്യൂബ് ചാനലുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടു. അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തും. കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. എങ്ങനെ ഇത് ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇത് പോയി എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. അതായത് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ചില അധ്യാപകർ ആരെങ്കിലുമൊക്കെ ആയിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ട്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ വഴിയാണോ ഇത്തരത്തിൽ യൂട്യൂബ് ചാനലുകളിലേക്ക് ഇത് പോയത് എന്നുള്ള കാര്യം കണ്ടെത്തുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ സ്വകാര്യ യൂട്യൂബ് ചാനലിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. എന്തുകൊണ്ട്, ആര് മുഖാന്തരം ഇതെങ്ങനെ ഇവർക്കൂടെ കിട്ടി എന്നുള്ള കാര്യം കൃത്യമായിട്ട് കണ്ടെത്തുമെന്നുള്ള കാര്യം കൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ചില അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ട്യൂട്ടർമാരായിട്ട് ജോലി നോക്കി വരുന്നുണ്ട്. അപ്പോൾ അവരിലൂടെയാണോ ഇത് ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ചോദ്യപേപ്പർ വന്നത് എന്നുള്ള കാര്യം കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കും. അത് മറ്റൊരു പ്രശ്നമല്ലേ ഷിജോ? പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമില്ലേ? സർവീസ് ചട്ടലംഘനമില്ലേ? അജിംസ, ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം തന്നെയാണ്. അക്കാര്യം ഒരു തരത്തിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനെ അംഗീകരിക്കുന്നുമില്ല. അതിനെതിരെ അത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാരും തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ട്യൂഷനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുമോ പോകാൻ പാടില്ല എന്നുള്ള കാര്യം ഈ വിദ്യാഭ്യാസ വകുപ്പിന് മാനുവലിലുള്ളതാണ്. അത്തരം ഒരു ചട്ടം നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ ആ ചട്ടം ലംഘിച്ചുകൊണ്ടും ഇതൊക്കെ ഈ സംസ്ഥാനത്ത് നിർബാധം തുടരുന്നുണ്ടോ എന്നുള്ളത് വാസ്തവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും അറിയാം. കുറേയൊക്കെ കാര്യങ്ങളിൽ ഇവർ കണ്ണടയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഷിജോയിലേക്ക് ഇപ്പോൾ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ടെലിഫോണിലുണ്ട്. അലോഷ്യസ്, ഇത് എങ്ങനെ ചോർന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ജെയിംസ്, വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. കാരണം ഇത് ആദ്യമായിട്ടല്ല ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള ചില ട്യൂഷൻ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഓണപരീക്ഷയുടെ പേപ്പറുകളും ചോർന്നപ്പോൾ സമാനമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത പ്രവർത്തകരാണ് ഞങ്ങളുടെ KSUവിന്റെ ആളുകൾ. അന്നും ഞങ്ങൾ ഈ വിഷയം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വളരെ ലാഘവത്തോടുകൂടി
ഈ വിഷയത്തെ നോക്കിക്കണ്ടത്. സർക്കാരിന്റെ ഒരു വലിയ അനാസ്ഥ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാവാത്ത തരത്തിൽ നമ്മളത് വളരെ ഗൗരവത്തോടു കൂടി, ഈ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ പല സാഹചര്യത്തിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. അവര് ചട്ടലംഘനം നടത്തിക്കൊണ്ട് അവർ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അവരുടെ ട്യൂഷന് പോകുന്നു, വളരെ വലിയ രീതിയിലേക്കുള്ള ഫീസുകൾ മേടിച്ചുകൊണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഒരു വലിയ ലോബി, വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ട്യൂഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോബി, വലിയ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ഒരു ആവശ്യമാണ് കേസിന് മുന്നോട്ട് വയ്ക്കാനുള്ള ഈ വിഷയത്തിൽ. നന്ദി അലോഷ്യസ് സേവർ. ഈ വാർത്തയുടെ പ്രതികരിച്ചിന് ഷിജോയിലേക്ക് ഒരിക്കൽ കൂടി. ഷിജോ, ഈ DGPക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്നു, ഇതിൽ FIR ഇടുകയും അന്വേഷണം തുടങ്ങിയ ചെയ്തോ? അജിംസ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് തന്നെ പരാതി കൊടുക്കും. കാരണം ഇത് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് കൂടിയാണ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിക്കുന്നത്. അതായത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിലൊന്നും അംഗീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിരുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെ ചോർന്നിട്ടില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന് ആദ്യമേ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ഇത്തരത്തിൽ കൃത്യമായിട്ട് SLC പരീക്ഷയുടെയും +1 പരീക്ഷയുടെയും ഇംഗ്ലീഷ്, കണക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ മാതൃകയല്ല, അതേ ചോദ്യപേപ്പർ തന്നെ യൂട്യൂബ് ചാനലിൽ വന്നപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് സമ്മതിക്കുന്നു. അക്കാര്യം അന്വേഷിക്കാൻ DGPക്കും അതുപോലെ IT സെല്ലിനും പരാതി കൊടുക്കും എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ അതിന്റെ നിയമ നടപടികളിലേക്ക് വരും മണിക്കൂറിൽ കടക്കും എന്നൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാവില്ല. കുറ്റക്കാരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അതിനകത്ത് പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തുക. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യപേപ്പർ ചർച്ചയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്.